നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. വളരെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ച് താല്പര്യപ്പെട്ടതുപോലെ കർത്താവ് ഇങ്ങനെ ഒരു സ്തുതിനം നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകിയ യാത്ര ഒക്കെ അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിന് ആ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്താണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും നമ്മുടെ കർത്താവ് യോഗ്യനാകയാൽ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടേണ്ടതിന് നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ കൂടെ നൽകി തന്ന ദൈവസ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ സൽവാസിയെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പൈതൃസിമിക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തിരുമേനി ഒരുക്കിയ ഈ വിലപ്പെട്ട മുഖാന്തരത്തിനായി ഞങ്ങൾ തിരുമേനിക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും തന്റെ പരിപാലനം കൊണ്ട് ഞങ്ങളെ മറച്ചു, തന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു. ഞങ്ങൾ ഭക്ഷിപ്പാനുള്ള ആഹാരം നൽകി. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദേശത്തും കർത്താവ് കൊണ്ട് നിർത്തി. കുഞ്ഞിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ധാരണകളും പ്രാർത്ഥനകളും അതിന്റെ നിലയിൽ പ്രാപ്തിയാകേണ്ടതിന് ദൈവകൃപ ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ അവിടെ നിന്ന് നന്നായി നയിക്കേണ്ടതിനായി അവർ ചെന്നെത്തേണ്ട സ്ഥാനത്ത് ഞാൻ അവരെ എത്തിക്കുമെന്ന തിരുവചനം പോലെ ഞങ്ങൾക്ക് ഭവിക്കപ്പെടുവാൻ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. പ്രത്യേകാൽ പൈതൃസ്യമിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള ശിരസ് മുതലുള്ള കാൽ വരെ കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലും ബുദ്ധിയിലും ദൈവത്തിന്റെ കൃപയിലും കരുതലും ാക്കണമേ. ഞങ്ങളുടെ ദാസനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയയോട് കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ. വിധവത്തെ പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് നിറഞ്ഞ സ്തുതിയോട് കർത്താവിന്റെ വരവോട് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ പ്രാർത്ഥിച്ചിവിടെ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കാവുന്നതാണ്. കർത്തൃദാസന്മാർ പാസ്റ്റേഴ്സിന് അവിടെ ലെഫ്റ്റ് സൈഡിൽ പിങ്ക് കളറിലുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. അതിന് പുറകിലും ഇരിക്കാം. പാസ്റ്റേഴ്സ് ഇവിടെ വലത് സൈഡിൽ അവിടെയും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇരിക്കുന്ന ലഭിക്കുന്ന എല്ലാ സീറ്റുകളിലും ഇരിക്കാം. പ്രാർത്ഥിച്ചാരംഭിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജയകുമാർ അവർ മുമ്പോട്ട് വന്ന് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കും. നമ്മുടെ എല്ലാ കണ്ണുകളും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് അടച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലത്ത് ഈ ശുശ്രൂഷ അനുഗ്രഹത്തോടെ ചെയ്തെടുക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന അഭിഷിക്ത ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല മാനവും മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് ഗായക സംഘം ഗാനം ആലപിക്കും. ക്രിസ്തുവിനെല്ലാവരും വാഹനത്തെ അറിയിക്കും. ദൈവമേ ധാരാളമായി സഹായിക്കട്ടെ. അനുഗ്രഹീതമായ എൻഗേജ്മെന്റായി തീരുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരാത്മീക ശുശ്രൂഷയായതിന് നിമിത്തം വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരുന്നു കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ചേർന്ന് ഞങ്ങളോടൊപ്പം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ചേർന്ന വരികളൊന്ന് പാടാം നന്ദിയോടെ. നാം എല്ലാവരും ഇവിടെ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കർത്താവിദാസൻ പാസ്റ്റർ റെജി ആന്റണി മുമ്പോട്ട് വന്ന് 112 സങ്കീർത്തനം വായിക്കും. നമ്മുടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി കർത്താവിദാസൻ പാസ്റ്റർ സാൻകുട്ടി എം.ജെ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാളുകളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് പകൽക്കാലം ഈ പ്രത്യേകമായ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുവാൻ സ്വർഗത്തിന് താവേ പ്രസാദം തോന്നിയ ദൈവത്തിന്റെ എല്ലാ മഹനീയ കൃപകളെയും ഓർത്ത് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗമേ, അവിടുന്ന് പ്രാർത്ഥന യാചന കെടുതലായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ് നാം ഏവരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കടമ. അതിനുവേണ്ടി പ്രത്യേകം ആരെയും അവർ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.
വിശേഷാല ഈ ശുശ്രൂഷയ്ക്കൂടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കഴിഞ്ഞ നാളുകളൊക്കെ ആയിരുന്ന കർത്തൃദാസന്മാർ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിമിയുടെയും ബെൻസന്റെയും ഭാഗത്തു നിന്ന് കർത്തൃദാസന്മാരായിരിക്കുന്ന പലർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഷറഫുൽ ചർച്ചിന്റെ ഡൽഹി സെന്ററിന്റെ സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസ് അവർ, അപ്പോൾ തന്നെ പ്രിയ ബെൻസന്റെ ചർച്ചിലെ പാസ്റ്റർ കർത്താവദാസൻ പാസ്റ്റർ PJ ജെയിംസ് അവർ, ഈ ശുശ്രൂഷയിൽ ദൈവവചനം സംസാരിക്കുന്ന നമ്മുടെ ഷറഫുൽ ചർച്ച് നോർത്തേൺ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ MD ഷാമിൽ അവരുകളാണ്. അദ്ദേഹം എത്രയും വേഗത്തിൽ എത്തിച്ചേരും. അദ്ദേഹം അപ്പോൾ തന്നെ ഷറഫുൽ ചർച്ചിന്റെയും പ്രിയ ബെൻസന്റെ ചർച്ചായ IPC ചർച്ചിന്റെയും വിവിധ സഭകളിൽ നിന്ന് കടന്നുവന്ന കർത്തൃദാസന്മാർ, അവരുടെ ഇരു കൂട്ടരുടെയും ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന മറ്റ് ഇതര പ്രസ്ഥാനങ്ങളിൽ കർത്തൃവേല ചെയ്യുന്ന കർത്താവിന്റെ ഒരു ദാസന്മാർ, സജിപാസുടെയും പ്രിയ മാമച്ചമ്പതിന്റെയും കുടുംബാംഗങ്ങൾ, അവരെ ക്ഷണിച്ച് വരുത്തിയ പ്രിയപ്പെട്ടവർ, സഭാജനങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, വിശേഷ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, ഇതിൻ്റെ മൈക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന കർത്താവദാസൻ, ഇത് വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ പകർത്തുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിവാഹ നിശ്ചയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരണത്തിൽ നമ്മെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം പ്രിയ സിമിയുടെ ഭാഗത്ത് നിന്ന് സിമിയുടെ പിതാവ് പാസ്റ്റർ സജിയം ജോണോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോ മുമ്പോട്ട് വന്ന് അറിയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാർക്കും, മറ്റ് എൻ്റെ സഹോദരങ്ങൾ, വിശേഷാൽ പ്രിയ മാമച്ചാൻ കുടുംബം, അവിടെ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിമിഷം അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഡൽഹി സോണിൻ്റെ സെക്രട്ടറി കൂടെയാണ് പാസ്റ്റർ റജി ചാക്കോ, ഞങ്ങളുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജോൺ തോമസ് പാസ്റ്റർ, സ്റ്റേജിലായിരിക്കുന്ന IPC മെഹ്റോളി ചർച്ചിലെ കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ്റ്റർ, ബാക്കി അവിടെയുള്ളായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തരുവാനിടയായി തീർന്നു. അതിലെ മൂത്ത മകളാണ് സിനിമകൾ. വിവാഹപ്രായമായപ്പോൾ മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വെച്ച് മുമ്പോട്ട് പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ സാഹചര്യങ്ങൾ ഒരുക്കി. മെഹ്റോളി IPC ചർച്ചിൽ കൂടി നടക്കുന്ന ബ്രദർ മാമച്ചാൻ ആൻഡ് കുടുംബത്തിൻ്റെ മകനാണ് ബെൻസൺ. അങ്ങനെ ആലോചന കടന്നു വരികയും ഞങ്ങൾ ആ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒരു ധാരണയിൽ ഞങ്ങൾക്ക് എത്തുവാനിടയായി തീർന്നു. ശേഷം ഞങ്ങൾക്കുള്ള സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കർത്തൃദാസന്മാരെ വിവരങ്ങൾ അറിയിക്കുകയും ഒരു ധാരണയിൽ ഞങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം മുമ്പോട്ട് പോകുവാൻ തീരുമാനങ്ങൾ എടുക്കുവാനിടയായി. ആ ധാരണ ഇന്ന് ഉറപ്പിച്ച് തീരുമാനിക്കാനാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ച് കൂട്ടിവരിയെത്തിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവദാസൻ പാസ്റ്റർ സജിയം ജോൺ പറഞ്ഞ വിഷയം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. പ്രത്യേകം മാമച്ചൻ ബ്രദറും കുടുംബവും ശ്രദ്ധിച്ചു കേട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട, അതായത് ബെൻസന്റെ പിതാവോ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവരോ മുമ്പോട്ട് വന്ന് അത് അറിയിക്കും. അങ്ങനെയെങ്കിൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച് നടത്തുമെന്നുള്ളത് അദ്ദേഹം പരസ്യമായി പറയുന്നതായിരിക്കും. അതിനുവേണ്ടി ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേജിലായിരിക്കുന്ന കർത്തൃഭക്തന്മാർ, മറ്റ് ദൈവമക്കൾ, പ്രത്യേക
ഇരുവിഭാഗത്തിൽ നിന്നും വിവാഹത്തിൻ്റെ ആലോചനകളുമായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പ്രത്യേക വിവാഹ വേദിയിലേക്ക്, ഈ എൻഗേജ്മെന്റിന്റെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ ബെൻസൺ, പ്രിയ മോള്, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ധാരണയിൽ എവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തടത്തികളിൽ മാമച്ചൻ കുര്യന്റെയും എലിസബത്ത് മാമച്ചന്റെയും മകൻ ബെൻസൺ കെ മാത്യു, കർത്താവിന്റെ ദാസൻ സജി എം ജോണിന്റെയും മോനി സജിയുടെയും മകൾ സിമി സജിയും തമ്മിലുള്ള വിവാഹത്തിന്റെ ആലോചനകൾ ഇങ്ങനെ നടന്ന കാര്യം കർത്താവിന്റെ ദാസനത് അറിയിക്കുവാനായിട്ട് ഇടയായല്ലോ. ആ ധാരണ ഇന്ന് ഇവിടെ വെച്ച് വിവാഹ നിശ്ചയം നടത്തി നവംബർ മാസം 25 വ്യാഴാഴ്ച 5 PM ഡൽഹിയിൽ ഗോൾഡാഖാന ആർച്ച് ഡയോസിസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് IPC ഷാലെ മെറോളിസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഈ വിവാഹ ശുശ്രൂഷ നടത്തുവാനാണ് ധാരണയിലായിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ കർത്തൃസന്നിധിയിലാണ് ഇരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരിവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ 25-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ഡൽഹി ഗോൾഡഖാന കാത്തലിക് ചർച്ചിന്റെ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്താനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇവിടെ ഉറപ്പിക്കുവാനാണ് നമ്മളെവരും ഇവിടെ ആയിരിക്കുന്നത്. തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാനിവിടെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. നമ്മളിവിടെ വന്നത് പ്രിയ സിമിയെയും ബെൻസനെയും ഒക്കെ കാണുവാൻ വേണ്ടിയാണ്. അവർ രണ്ടുപേരും യുവ മിഥുനങ്ങളായി, യുവ കേസരികളായി ഇവിടെ വന്നിരിപ്പുണ്ട്. അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. അതിനുള്ള സമയമാണ് ഇപ്പോൾ. പ്രിയ ബെൻസൺ മുമ്പോട്ട് വന്നാട്ടെ. ബെൻസൺ, ഇതാണ് പ്രിയ ബെൻസൺ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കാം. എല്ലാവരും കൂടെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പോകാൻ പറ്റുകയില്ല. എന്തെങ്കിലും ആള് സംസാരിക്കുന്നവനാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ വിവാഹ നിശ്ചയ വേദിയിലെ പ്രധാന വ്യക്തി ബെൻസനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കരപിടിക്കാം. സിമി വന്നാട്ടെ. സിമി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി എം ജോണിന്റെയും മോനി സജിയുടെയും മകൾ സിമി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരയായ ഒരു മകളാണ്. അവളാണ് ഇന്നത്തെ വിവാഹ നിശ്ചയ വേദിയിലെ വധു ആയിട്ട് എത്തപ്പെട്ടിരിക്കുന്നത്. പ്രിയ പൈതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊന്ന് അടിക്കാം. അവരുടെ മാതാപിതാക്കളുടെ ഒന്ന് വന്നു നിന്നാട്ടെ. ഇവരുടെ സമീപത്തെ വന്നാട്ടെ, കുഴപ്പമില്ല. സഹോദരങ്ങളൂടെ വരാം. രണ്ടുപേരെ ഉള്ളല്ലോ. ഇത് ബെൻസന്റെ പിതാവ് ബ്രദർ മാമച്ചൻ കുര്യൻ, ബെൻസന്റെ മാതാവ് ശ്രീമതി എലിസബത്ത് മാമച്ചൻ. സഹോദരന്റെ പേര് ഫെബിൻ. സഹോദരൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി എം ജോൺ, സിമിയുടെ പിതാവ്. സിസ്റ്റർ മോനി സജി, സിമിയുടെ മാതാവ്. ഷിബിൻ, ഒരു ഏക സഹോദരൻ. ഇവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ കരങ്ങൾ നടിച്ച് ഓക്കെ. വീഡിയോ ക്യാമറ ഒക്കെ എടുത്തു കഴിഞ്ഞെങ്കിൽ മാതാപിതാക്കൾക്ക് തിരികെ പോകാം. വിവാഹത്തിന് വരുമ്പോഴും ഇങ്ങനെ തന്നെ വേണം നിൽക്കാൻ. ഓക്കെ, അങ്ങനെയാ ദേവദാസന്മാർ പറയാറുള്ളത്. ഓക്കെ, നിങ്ങൾക്കിരിക്കാം. നമ്മള് ഇന്നത്തെ വധുവരന്മാരെ പരിചയപ്പെട്ടു, അവരെ വിളിച്ച് ഇരുത്തി. ഇനി തുടർന്ന് നാം പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിവാഹം വളരെ മംഗളകരമായി നടക്കുവാൻ ഒരു തടസ്സവും കൂടാതെ സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വിവാഹത്തിൽ കൂടെ ഇരിക്കുവാൻ, പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം മാനിപ്പാൻ നാം ഈ വിഷയങ്ങൾക്കായി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബെൻസന്റെ ചർച്ചിലെ പാസ്റ്റർ കർത്താവിദാസൻ പാസ്റ്റർ ജെയിംസ് അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ ഈ നല്ല പകൽവേളക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു.
ഈ മനോഹരമായ സുദിനത്തിൽ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടിയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ സഹായിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാനവ മഹത്വം തിരുവിനെടുത്താട്ടെ. ശേഷമുള്ള സമയവും കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറിച്ചാട്ടെ. അവിടുത്തെ പുത്രനെ മൗതപ്പെടുത്തിയാട്ടെ. കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് വിവാഹ നിശ്ചയ രേഖ ഞാൻ ഇവിടെ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. പ്രിയരെ, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ വെട്ടിക്കവല വില്ലേജിൽ തടത്തിവിള വീട്ടിൽ ശ്രീമാൻ മാമച്ചൻ കുര്യന്റെയും ശ്രീമതി എലിസബത്ത് മാമച്ചന്റെയും മകനും മഹറോളി IPC സഭാംഗമായ 26 വയസ്സുള്ള ബെൻസൺ കെ മാമച്ചനും, ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തഴക്കര വില്ലേജിൽ മാടമ്പിശ്ശേരിൽ വീട്ടിൽ പാസ്റ്റർ സജീവ് ജോണിന്റെയും ശ്രീമതി മോനി സജിയുടെയും മകളും രഞ്ജിത് നഗർ ശാലോം ഫെലോഡ് ചർച്ച് സഭാംഗമായ 25 വയസ്സുള്ള സജിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവേഷ്ടമായ 2021 ആണ്ട് നവംബർ മാസം 25 തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മഹറോളി IPC സഭയുടെ നേതൃത്വത്തിൽ ഡൽഹി ഗോൾഡക്കാന കാത്തോലിക് ചർച്ച് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്തി വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുന്നതിന് വേണ്ടപ്പെട്ടവർ കൂടി ഇന്നേ ദിവസം 10/11/2021 ഇന്നേ ദിവസം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഭേദഗതി വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മിപ്പിക്കാം. അല്ലാത്ത പക്ഷം ഇതിൽ ഒപ്പുവെക്കുവാനുള്ള പ്രിയപ്പെട്ടവർ മുമ്പോട്ട് കടന്നു വന്ന് ഈ നിശ്ചയ രേഖയിൽ സൈൻ ചെയ്യേണ്ടതാണ്. ബ്രൈഡ് ഗ്രൂമിന്റെ ഭാഗത്ത് നിന്ന് പിതാവ് വരണം, ഒരു സാക്ഷി വരണം, സഭാ ശുശ്രൂഷകൻ വരണം. ബ്രൈഡിന്റെ ഭാഗത്തു നിന്നും പിതാവും ഒരു സാക്ഷിയും സഭാ ശുശ്രൂഷകനും മുമ്പോട്ട് വരാം. ആദ്യം ബെൻസനും സിമിയും അവരുടെ സിഗ്നേച്ചർ ഇടുന്നതായിരിക്കും. അതിനുശേഷം പിതാക്കന്മാർ ഇരുവരും വരും, അതിനുശേഷം സാക്ഷികൾ വരും, പിന്നീട് കർത്താവിന്റെ ദാസന്മാർ. ഈ സമയത്ത് ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. നിന്റെ കുടുംബവും നിന്നതെല്ലാം യേശു നിത്യടിയ പോയിരാതെ താങ്ങി എന്നെ തങ്കൂജത്താതെ ഞാനുമെന്റെ കുടുംബവും നിന്നതെല്ലാം യേശു വ്യക്തിയതാ താളടിയ പോയിരാതെ താങ്ങി എന്നെ തങ്കൂജത്താ ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഇവിടെ വിവാഹ നിശ്ചയ രേഖ സൈൻ ചെയ്തിരിക്കുന്നു. തുടർന്ന് കത്ത് കൈമാറുന്ന ഒരു ചടങ്ങാണ്. അതിന് വേണ്ടപ്പെട്ടവർ മുമ്പോട്ട് കടന്നു വരണം. സജി പാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് പിതാവോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോ മുമ്പോട്ട് വരാം. പ്രിയ ബെൻസന്റെ ഭാഗത്തു നിന്നും പിതാവോ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോ മുമ്പോട്ട് വരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. കത്ത് കൈമാറട്ടെ, വാങ്ങട്ടെ എന്ന് ചോദിക്കാം. വാങ്ങിയാട്ടെ. പ്രോട്ടോകോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചുമന കൊടുക്കാം, കുഴപ്പമില്ല. ശുശ്രൂഷ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹമാക്കി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ നാമത്തെ വാഴ്ത്തുന്നു. പ്രത്യേക ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എടുത്തുമാറ്റ ശിശു സംബന്ധിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. പ്രാർത്ഥനയോടെ വിശുദ്ധ വിവാഹം ഈ മാസം 25-ാം തീയതി നടത്തേണ്ടതിനായിട്ട് ഇരു കുടുംബങ്ങളും
ദൈവഭക്തന്മാരും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ സന്നിധിയിൽ തീരുമാനത്തിൽ എത്തിച്ചേർന്നല്ലോ. തുടർന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടത്തപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ നല്ല ദാനങ്ങളും ആത്മീക അനുഗ്രഹങ്ങളും ഇരു കുടുംബങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിയുക്ത വരനെയും നിയുക്ത വധുവിനെയും ഈ ദിവസങ്ങളിൽ അവർ മാനസികമായി, ശാരീരികമായി, ആത്മീകമായി ഒരുക്കപ്പെടേണ്ടതിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവദിനം ധ്യാനിച്ച് കുടുംബജീവിതം വിവാഹ വേദികളിലൊക്കെ സംസാരിക്കുന്ന കർത്താവ് ദാസൻ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവം നമ്മെ സഹായിച്ചു. ആമേൻ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിറവേറുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി.